ഡ്രാഗൺ വരുന്നേ ഇത് ആർപി കമ്മ്യൂണിക്കേഷൻ ആർപി. ഇത് ഞാൻ ഒറ്റൊരുത്തരുള്ളൂ വിചാരിച്ചേ. ഇനി കോമഡി നോക്കോ ഡ്രാഗൺ നോക്കോ. അയ്യോ വണ്ടി എടുത്തോണ്ടോടാ. ഒരു മര്യാദ വേണ്ടടാ. അതെന്ത് സാധനോടാ അത്? എന്ത് ഇവനെ തല്ലാത്തത്? സോണോട്ടാണ് ഇവൻ. സാറേ ഇറങ്ങി വരുന്ന സീനും മാസമായിരുന്നു കേട്ടാ. ഇവ എടുത്തോണ്ട് പോയ പക്ഷെ ആ ഒരു ഇവന്മാർ ഓറ ഗെയിൻ ചെയ്താണ് കേട്ടാ. ഇവന്മാർ 3 പേര് ഇറങ്ങി ഓറ ഗെയിൻ ചെയ്ത് പക്ഷെ ഇവൻ എടുത്തോണ്ട് പോയി ഓർമ്മ. ഓ സോണോട്ടൊന്നും അടിക്കാൻ പറ്റൂല്ലേ? എനിക്ക് ടർഫ് എന്ന് പറയുമ്പോ ഓർമ്മ വരുന്നത് എന്റെ മറ്റേ റാഞ്ചോ. അതെന്ത് സാധനം. അവന്റെ രൂപം ആർക്കും മനസ്സിലാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് തന്റെ മാന്ത്രിക കല്ലുകൾ അവന് നൽകി. അവനെ അനശ്വരമായ ഒരു യോദ്ധാവാക്കി മാറ്റി. അങ്ങനെ അവൻ പല രൂപങ്ങളും സ്വീകരിച്ച് ഒരു മഹാനായ യോദ്ധാവായി നിലകൊണ്ടു. അവന് കിട്ടിയ ഈ വരത്തിൽ ഏറ്റവും ശക്തമായ രൂപം. എന്ത് വീഡിയോ ആയിരുന്നല്ലേ ഇത്? ഇത് മറ്റേ സിനിമാജിക് എന്ന് പറഞ്ഞ നിങ്ങൾ ആരും കാണുമെന്ന് പറഞ്ഞോ. മറ്റേ സിനിമാജിക്കിനെ അറിയോ? സിനിമാജിക് ആ ഒരു കാണുന്നൊരു എഫക്റ്റ് ആയിരുന്നു ഈ വീഡിയോ കിട്ടിയത്. ഞാൻ അവരുടെ സ്ഥിരം മറ്റേ മഹാഭാരത അത് ഫുള്ളിരുന്ന് കാണുന്ന. ഏതൊരു ശക്തിയും എതിർക്കാൻ ഭയന്നു പോകുന്ന ഒരു രൂപം. പരുന്തുവാസു. നല്ല വീഡിയോ നല്ല വീഡിയോ. ആ ഗെയിം ഇതുവരെ എന്താണെന്നൊന്ന് അറിയണമല്ലോ. സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ച് ക്യാരക്ടറിനെ ഉണ്ടാക്കാന്നൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നേ. നമുക്ക് മോഹൻലാലിനെ വിളിച്ചു നോക്കല്ലോ. വാടാ 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 നമുക്ക് മോഹൻലാൽ മോഹൻലാൽ മോഹൻലാൽ. ഈ മീശയൊക്കെ വെച്ചിട്ട് എന്താണ് മോഹൻലാലി? എന്താ പാലന്റെ വെക്കാനോ? എന്റെ പടം അയച്ചു കൊടുക്കട്ടെ പയ്യന്മാർക്ക്. ഇപ്പൊ തന്നെ ഒരു സെൽഫി എടുക്കാം. വാ 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 വാ. എന്തിപ്പോ എഴുതി കാണിച്ചത്? മനുഷ്യനായിട്ട് കൂട്ടിയില്ലടാ എന്നെ. ആ ഇപ്പൊ അയച്ചെടുത്ത ഫോട്ടോ കേട്ടോ. ഇതെന്തത്? ആ ഇപ്പൊ നോക്കിക്കോ എന്നെ ഇപ്പൊ കാണാൻ നിനക്ക്. ഇത് മറ്റേ തമ്മിൽ ഒരു വ്യത്യാസമില്ലല്ലേ? ഒരേപോലെ ഇരിക്കുവാണല്ലോടാ. നമുക്ക് വിജയിനെ വെച്ച് നോക്കാം. വിജയ് വിജയുടെ വെച്ചപ്പോ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? ചെറിയ ചെറിയ ഇരിക്കുമ്പോ എന്തോന്ന് വിജയല്ലേ? വിളി വാസുവണ്ണ എന്തെങ്കിലും വ്യത്യാസം വരുമോ നോക്കട്ടെ. കറക്റ്റ് ഷേപ്പ്. വാസുവണ്ണന് മാത്രം താടി കൊടുക്കാത്തവര് ബാക്കി എല്ലാവർക്കും താടി എന്നെ എടുത്ത് കളയും കേട്ടോ. ആ ചണ്ണനെ വെച്ച് കളിക്കുന്ന നമ്മള് കേട്ടാ. ഇതാ നമ്മുടെ ക്യാരക്ടർ. ആ പിന്നല്ലാതെ റിയാക്ഷൻ ട്രിഗേഴ്സ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. ഇതെന്റെയാണ് കേട്ടാ. നിന്റെ സൗകര്യത്തിനൊന്നും വന്ന് എടുക്കാൻ പറ്റില്ല. ഇനീഷ്യലാണ് നിന്റെ കണക്ടിങ് ഇഷ്യൂ ഒന്നും നോക്കിയിരിക്കാൻ പറ്റില്ല. കണ്ട എവിടെ പോയി കിട്ടാലും കണ്ടായോ അടിക്കും. മനസ്സിലായോ? പിന്നെ എന്താണ് അതെ ഇപ്പൊ വരും ബ്രോ. ഇപ്പൊ വരും. കോ ലീഡർ കുറച്ച് കഴിഞ്ഞു. ലീഡർ ഇപ്പൊ വരും. ബ്രോ ഞാൻ ഇനിഷ്യൽ അടിക്കാൻ ലീഡറോ കോ ലീഡറോ സംസാരിക്കണമുണ്ടോ ബ്രോ? ഇനിഷ്യൽ അടിക്കാൻ അവരില്ലാത്തപ്പോഴത്തേക്ക് നമുക്ക് അല്ലാതെ സംസാരിക്കാമല്ലോ ബ്രോ. മെമ്പേഴ്സ് സംസാരിക്കാമല്ലോ. നിന്റെ സൗകര്യത്തിന് ഇപ്പൊ അവര് കയറണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. മനസ്സിലായോ? നിന്റെ സൗകര്യത്തിന് ഇത്രയും ദിവസം നമ്മളങ്ങ് നിന്ന്. മനസ്സിലായാ? നിന്റെ ഒക്കെ തോന്നിയ ദിവസം സൗകര്യത്തിൽ നിന്ന് ഇനിയിപ്പോ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവൻ ലീഡറോ കോ ലീഡറിനോട് സംസാരിക്കുള്ളൂ. അതൊക്കെയാണ് വാസണ എപ്പോ വരണോ? വാസണ ഒരു 10 മിനിറ്റിനുള്ളിൽ വരത്തില്ലടാ. 10 മിനിറ്റിനുള്ളിൽ വാസണ വരുമല്ലോ.
A few moments later. അവരെ നമ്മളെ വിളിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് വിടുകയാണെന്നുണ്ടല്ലോ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറഞ്ഞു. ഓക്കെ, അവരിപ്പോ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? ചെയ്തപ്പോ അവര് പറഞ്ഞു ലീഡറും കോലീഡറും വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. പിന്നെ അവര് വന്നിട്ട് പറഞ്ഞു ഫ്രീ വാർ ആയിട്ട് നടക്കത്തേ ഉള്ളൂ. അല്ല അമ്മ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കമ്പനി പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല, ലീഡർ കോലീഡർ വന്ന് സംസാരിച്ചാൽ നമ്പർ കിട്ടുന്നതാണ്. ഓ ലീഡറും കോലീഡറും വന്നു നമ്മുടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ, സംസാരിക്കാം. അല്ല EVX ഹലോ, ആ അതെ ലീഡറും കോലീഡറും വന്നിട്ടുണ്ട് ബ്രോ. നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധമല്ലായിരുന്നു ലീഡറും കോലീഡറും? കണ്ണാപ്പി സംസാരിച്ചോളാം. ബ്രോ ഇവിഎക്സിൽ ആരാ ഉള്ള? കോലീഡർ ആണോ? മെമ്പർ ബ്രോ. ആരെങ്കിലും ഇവിഎക്സിലെ ലീഡറിനെ കോലീഡറിനെ ഒന്ന് വിളിക്കണേ സംസാരിക്കാൻ വേണ്ടിട്ട്. അമ്മാരെ വരട്ടെ, അമ്മാരുടെ ലീഡർ കോലീഡർ വരട്ടാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അത് വിഷയമാണ് സാർക്ക്, അത് മനസ്സിലായി. എന്റെ കേസ് വരുമ്പോഴത്തേക്ക് മനസ്സിലായി അണ്ണൻ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സ്കോർ ചെയ്യും. മറ്റേ എന്നെ അത് TG വിട്ടപ്പോഴത്തേക്ക് അണ്ണൻ മറ്റേ റേഡിയോ കയറിട്ട് ചന്ദ്ര ഗ്യാങ്സിലോട്ട് വാടാ, എന്റെ അമ്മ അത് എന്ത് രോമാഞ്ച സാധനം അറിയോ? അത് കണ്ട എന്റെ അമ്മ എന്റെ കിളി പോയ സാധനം, അത് അമ്മാര് സാധനമായിരുന്നു. ഞാനൊരു സമയത്തൊക്കെ ഇതുപോലെ കളിക്കുന്ന ഒരു കാലം ഉണ്ടാവുന്നതാ. കണ്ടത്തിലായിരുന്നേ ഉള്ളു, എന്നാലും നമ്മള് ടർഫിലൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കും കേട്ടാ. ഒരു സമയത്തൊക്കെ എന്റെ സ്കില്ലുണ്ടായിരുന്നു. അടിയോ ഇത് തല്ലോ. ഇഷ്യ ഞാൻ മെസ്സി ഫാനാണേ. എന്താ അങ്ങനെ എനിക്ക് വേണ്ടി നീ കൊമ്പിനെ കെട്ടുവാണ്. ഞാനാ വേണ്ട ആന്റിമാർ കെറ്റാ പിന്നെന്താ അങ്ങനെ ഒരു പെണ്ണ് കെട്ടിട്ട് തലയടിച്ചു പൊളിക്കും ഞാൻ നായേ. ഹലോ പെണ്ണ, ഹലോ ഐ ലവ് യു. ഹലോ നായേ. മണ്ടനാണല്ലേ മുച്ചിരിയില്. നമുക്ക് കിട്ടാത്തപ്പോ നമ്മള് ഇത് കണ്ട വീഡിയോ ഇതും കണ്ട വീഡിയോ. ഇവിടെ പണ്ടത്തിലുള്ള ശബ്ദം കേട്ടോ കേട്ടോ. പിന്നെ 30 കോടി കൊണ്ട് ഞാൻ ജീവിക്കേണ്ടി വരും. അത് കണ്ണാപ്പി തെരഞ്ഞെടുക്കുന്ന പോലെ ഇരിക്കും. പൈസ ഏത് പെണ്ണെ തെരഞ്ഞെടുത്താലും ഒരേ കണക്കൊക്കെ തന്നെ. പക്ഷെ ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യണേ ലോറ വിഷയമാണ്, ബെസ്റ്റ് ആണല്ലേ. എന്താടി മത്തങ്ങ പ്രപ്പോസ് ചെയ്ത് എന്തിനു പറയും? മണ്ടൻ. എനിക്ക് നിന്നോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് നിന്നോട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ് മതിയോ വെള്ളം കോട്ട് സൂട്ടൊക്കെ ഇടണം? നിനക്ക് നിന്റെ ഒരു മനസ്സിൽ ആഗ്രഹം കണ്ടെത്തില്ല, അതെങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. അയ്യേ പെണ്ണനാർപ്പ് ഇതൊക്കെ. അതെ എടാ ഒരു കാര്യം ചെയ്യ്, ക്യാമറ ചുണ്ടിലോട്ട് വെക്കടാ. ഇതൊക്കെ ഏത് ആംഗിൾ അളിയാ? ഇതൊക്കെ ഏത് ആംഗിള്? ഇപ്പോഴത്തെ പയ്യന്മാരല്ലേ ഭയങ്കര ഇഷ്ടം. അയ്യോ അവന്റെ ചിരി കണ്ടോ പുണ്ടച്ചി. ക്യാമറ കാണത്തില്ലേ? ക്യാമറ കാരണം ഒറ്റ മിനിറ്റ് താഴ്ട്ട് നോക്കട്ടെ, ക്യാമറ താഴ്ട്ട് നോക്കട്ടെ. കേട്ട് ഇവൾ അതിലും ക്രിഞ്ച്. അതല്ലേ
നാളെ തീരും. കമന്റിലെ ആരിലൊക്കെ തുപ്പുന്നുണ്ടോ നോക്കുക കേട്ടോ അവൻ. കാരണം നീയും കണക്ക ഞാൻ ഇതില് ഫാർ ബെറ്റർ ആണ്. ഇത്ര നാണമൊന്നും എനിക്ക് വരത്തില്ല, മനസ്സിലായ? ഇവിടെ തന്നെ ക്യാമറ എടുത്തു. എന്താ വായിന്ന് പെട്ടെന്ന് വരുന്ന മാതിരി ഒരെണ്ണം പറ. നല്ലൊരു പേരുണ്ട്. എടാ പെട്ടെന്നൊരു പേര് പറയാൻ പറഞ്ഞപ്പോ എടാ ഫോൺ എടുത്തിട്ട് എടാ പട്ടി ഇന്നതാണ് എന്റെ പേരെന്ന് പറയാൻ. ആ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ നിന്റെ അച്ഛന്റെ പേരെന്താ? എന്തൊക്കെ റീലാടാ. ഈ സിനിമ കൊള്ളാം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പം ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വല്ലപ്പോഴും നല്ല സിനിമയൊക്കെ വരുമ്പോൾ മാത്രം പോയി കാണുന്ന ഒരാളാണ്. അങ്ങനെ പക്ഷേ ഭയങ്കര ഇഷ്ടമുണ്ട്. സ്പോയിലർ എന്ന് പറഞ്ഞാൽ ഇത് OTT ഇറങ്ങിയല്ലോ, OTT റിലീസ് ആയി പടം ഓൾറെഡി. അത് വിഷയല്ലേ? ഇത് പ്രേതമല്ലേടാ ഈ വന്നിരിക്കുന്നേ? എടാ ഞാൻ കണ്ടില്ലടാ, ഞാൻ പേരാ ഞാൻ ചുമ്മാ ഞാനും കണ്ടില്ല. ഞാൻ ഇത് കണ്ടിട്ട് പേടിക്കാതിരിക്കണം അല്ലേ? ഇതിപ്പോ ജംസ്കെയർ ഓർമ്മ വരും, പേടിക്കാതിരിക്കല്ലേ, പേടിക്കാതിരിക്കണേ. ഇത്ര ഉള്ളോ? ഒന്ന് പറഞ്ഞിട്ട് പേടിക്കടാ നീ. അത് നമ്മള് മറ്റേ ഇതില് റീൽസിലൊക്കെ വൈറലാണെങ്കിൽ പേടിക്കുന്നവരാണോ? പിന്നെ പേടിക്കണം നീ പെട്ടെന്ന്. നീ വേണേ കസേര വീട് കേട്ടോ, കാര്യം നോക്കിട്ട്. അതാണ് മൊട്ടയാ. ഇതാരാണ് ഇതാ മൊട്ടയൊക്കെ നല്ല വലുതായിട്ട് വരച്ചു വെച്ചു. പട്ടിയെ കട്ടി വരുന്നതാണല്ലോ മൊട്ട. സത്യമല്ല ഇങ്ങനെ. എടാ ഇത് ശരിക്കും ഇതൊരു റീലാണെങ്കിൽ ഇങ്ങനെ ശരിക്കും അങ്ങനെ ഉണ്ടോ പട്ടി? മനസ്സിലായി ഇങ്ങനെ ആംഗിൾ കിടക്കുമ്പോഴത്തേക്ക് അവരുടെ മുട്ട ഇങ്ങനെ കിടക്കുന്നത് ശരിക്കും അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ ആമ്പട്ടി ഉള്ളവർക്ക് അറിയാം. എന്ത് മൈന പറയുന്നത്? ഇത് സത്യമില്ല, ഇതങ്ങനുണ്ട്, ഇതങ്ങനൊക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. എന്റെ വീട്ടിൽ Can I sing for you, brother? പാട്. Okay. If the world was ending, I won't be next to you. That one, okay? Okay. What? നമ്മുടെ അവസ്ഥ കേട്ടോ, നമ്മുടെ ചില സമയത്ത് അവസ്ഥ കേട്ടാ, നമ്മുടെ ചില Okay, ready. चीटिंग करता है तू. ഒരു ഗിറ്റാർ അർജന്റായിട്ട് വാങ്ങണം. സർക്കി ഗിറ്റാർ വാടകയ്ക്ക് കിട്ടോ? ഗിറ്റാർ മേടിക്കാം, വലിയ പൈസ ഇല്ല. So I'ma love you every night like it's the last night.
അവരൊക്കെയാണ് പെർഫെക്റ്റ് സിംഗ്, മനസ്സിലായി? നമ്മളെ പോലെ അല്ല, പിന്നെ അവരൊക്കെയാണ് മറ്റേ പെർഫെക്റ്റ് സിംഗ്. ഇതൊക്കെ നല്ല പരിപാടിയാണ്. ഇതൊക്കെ ഇവ ഓൾറെഡി പഠിച്ചു വെച്ചിട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അല്ലാതെ ഇത് നമ്മള് കണ്ടല്ലടാ, കണ്ട ഇതും കണ്ട നമ്മള് ഇതിന്റെ വർദ്ധത്തിനാണ് முழம் போட்டே மாறி கொழுந்து கபத்தில மாட்டி புடிச்சு பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்டாஸ் மாக்கிராயா ஜமாக்கிராயா சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொழுந்து கபத்தில மாட்டி புடிச்சு பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா டமாலே டமா 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 டமாலே டமா டனக்கன கனடே മോഹന്റെ മൊറൊക്കെ കൈയിട്ട് എന്തൊരു മനുഷ്യനാണെന്തോ. ബേബിയാ? ബേബി എന്ത്? ഇതാര്? ഷംന ചേച്ചിയാണത്? എടാ പക്ഷെ ഞാൻ പറയാം, EVX അവന്മാർക്ക് എന്തോ ഒരു താല്പര്യം ഇല്ലാത്താണ് കാണാൻ എടുത്ത് വാറെടുത്തത്. സത്യം പറയാല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്തോ ഒരുമാതിരി ആയിപ്പോയി അവന്മാരായിട്ട് വാറെടുത്ത് കഴിഞ്ഞിട്ട്. അവന്മാർ കൊണയില്ല, ഒരു മൈലും ഇല്ല. ഒരു യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓപ്പോസിറ്റ് ഉള്ള കൊണച്ചില്ല, അത് നമ്മൾ അടിക്കാൻ പോകുന്നത് ഭയങ്കര ശോകമാണ്. ഒരു കൊണയില്ല, മയിലും ഇല്ല, ഒരു ഇതും ഇല്ലാത്ത പോലെ ചുമ്മാ മറ്റേ ഇപ്പൊ ആരും എന്താ പറഞ്ഞൂടാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ ഒരു ലൂപ്പിലാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചി അടിക്കും, ടീച്ചി നോക്കും, നമ്മൾ വീണ്ടും ടീച്ചി അടിക്കും, ടീച്ചി നോക്കും. ഇത് തന്നെ ഇതൊരു ലൂപ്പിൽ തന്നെയാണ്, മനസ്സിലായി? ഈ ഒരു ലൂപ്പിൽ തന്നെ SRR ആണെങ്കിൽ പോലും ഇപ്പൊ അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ കുണയ്ക്കാനോ ഒന്നിനും അങ്ങനെ ആരും ഒന്നും ഇങ്ങനെ വരുന്നൊന്നുമില്ല. സ്നേഹിപ്പ് എല്ലാം ഇഷ്ടം വന്നാല ഇവന്മാരെല്ലാം കൊണ്ടുനടപ്പിലോട്ട് കയറിയല്ലേ ഇവന്മാരെല്ലാം. എന്താണ് ഇവന്മാരുടെയൊക്കെ പ്രശ്നം? മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സു നുള്ളി മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സു നുള്ളി. എന്തൊക്കെ കാണുമെന്ന് പറ. ഇത് നമ്മുടെ ഹിണ്ടാപ്പി അല്ലടാ, കക്കാശി അല്ലടാ ഇത് വില്ലു. വില്ലാണ്. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. നല്ല വീഡിയോടാ, നല്ല വീഡിയോ. എന്തൊക്കെ തരാണ് ഇതൊക്കെ. ഇതൊക്കെ ട്രോൾ സെക്ഷൻ അല്ലടാ ഇത്. ഇത് കണ്ടതാ, ഇതും കണ്ടതാ, ഇത് കണ്ടുള്ള. When I say, it's not, it's. നിന്റെ ഇതാ നിങ്ങളുടെ പ്രോബ്ലം എന്താന്ന് എനിക്കിപ്പോ ഇത് കണ്ടതാ ഇന്നലെ. ആരാ എന്താന്നൊക്കെ നിനക്ക് ഇത് പൊണ്ടച്ചി അവനങ്ങ് നിനക്ക് എലോൺ മസ്കിന്റെ സാമാനം പോയി താങ്ങടാ. വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചു വന്നവനാ കളി. ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങള് കാണിച്ചു തരാം. അതേ നിയമങ്ങൾ, അതേ കളികൾ, പക്ഷേ പുതിയ രാജാവ്. ഞാനങ്ങ് മറ്റേ വിഷയമായല്ലേ കൺപവറിലങ്ങ്. പിന്നെ ആ കുലുക്ക് എഫക്ട് ഇടണ്ടായിരുന്നു, ഓൾറെഡി ഇവൻ കുലുക്ക് വരുന്നു. പെമ്പിള്ളാർ റീൽസ് കാണൂലേ, അന്നേരം കാണാ ഇത്.
Tired? Good. That means he showed up. അത്തം പത്തിരി കൂടി അച്ഛൻ വിളക്കിയ വെയിൽ മകനെ നിന്റെ ജാതകപ്രകാരം അണ്ടിക്ക് കളിയില്ല കുണ്ടിക്ക് വകയില്ല പൂ കാണാൻ യോഗമില്ല വാഴ തന്നെ ശരണം ഓം ഗക് ഗക് ഗക്. ദിവസം വേണം എന്റെ ദിവസം വേണം അണ്ടിക്ക് കളിയില്ലെന്നാ എന്തൊക്കെയാണാ പറയുന്നത്? അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ എടാ ഇത് നമ്മള് 4 പേരുണ്ടായിരുന്ന ഒരു ടൈമുണ്ട് ആർപിയില് പെടുക്കും മനസ്സിലായി എന്നൊന്ന് അത് എന്ന് വെച്ച് കഴിഞ്ഞാ ഒരുത്തൻ വന്ന് സംസാരിക്കുമ്പോഴേ മനസ്സിലായ അറിയാം തല്ലില്ലേലും കോണാച്ചി ഇല്ലാണ്ടാക്കും. അത് എനിക്കൊന്ന് നമ്മുടെ ബെസ്റ്റ് ഹോസ്റ്റേജ് സിറ്റുവേഷൻ എല്ലാം ഉണ്ടായിട്ടുള്ള വള്ളി ടീംസിന്റെ കയ്യിൽ നിന്ന് തന്നെ അല്ലേ? ഒരു വട്ടം ബോബിനെ മറ്റേ അറക്കളമാണോടാ അറക്കളം തന്നെ ഹോസ്റ്റേ എടുത്തോണ്ട് പോയപ്പം അതുപോലെ തന്നെ എന്നെ കെ ബി ഹോസ്റ്റേ എടുത്തത്. പിന്നല്ല എന്നെ വേറെ ആരൊക്കെയോ ഹോസ്റ്റേ എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ മണിയനെ അല്ല ഹോസ്റ്റേ കൊണ്ടുള്ളത്. പിന്നെ മാമനെ അങ്ങനെ ആരും അങ്ങനെ എന്താണ് ഹോസ്റ്റേ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ഒരു സമയമായിരുന്നല്ലേ എൻ്റെ അമ്മോ. ബോബ് ഇയറിൽ എടുത്ത് എൻ്റെ അതൊക്കെ ഒരു സമയമായിരുന്നു. വള്ളി ടീംസിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഒരു എന്താ നിങ്ങൾക്ക് തന്നെ ലൈവ് കാണുമ്പോൾ ഒരു ഓറ കണക്കായിരുന്നില്ലേ? പെമ്പിള്ളാരുടെ ഓറേനെ ഒന്നുമില്ല, ഒരു പോക്കുമില്ല, ഒന്നുമില്ല. നമ്മളെ ഓറ കണക്കായിരുന്നല്ലേ? നമ്മൾ ചുമ്മാ ഇട്ടൊരു പേരായിരുന്നു വള്ളി ടീംസ്. അങ്കമാലി കിടന്ന് നമ്മ പട പട വെളുക്കും തറ തറ തപ്പാത് തപ്പാത് തപ്പ് അടിച്ചാ എനിക്ക് തുടിക്കാതെ തൊട്ടു നോക്കടാ. ഇവൻ മറ്റല്ല റിയാക്ട് ഒക്കെ ചെയ്തേ. Whiskies of India, Ram, what's the best whiskey you have had? Let me know in the comments. Woodburn, back of a Rampur, Royal Tiger, Paul John, Peter Scott, Royal Jack, Crazy Cock, Indus, Aristocrat, 8 PM, AC Black, let us spread, Rockford, Common, Indri, Castle Hill, Shrishti, Signature, Kotambi, Mega Wills, Antiquity, Oaksmith, Solon, Sterling, Godawan, Eclipse, Amalgam, Devan, Gyanchand, Longitude, Triple Rock, കൊള്ളാലോടാ കൊള്ളാല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ കണ്ണാ, ഒറ്റ മിനിറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ. ഞാനൊരു കാര്യം പോകുമ്പോഴേ കുപ്പിയുടെ പേരിന്റെ ഞാനൊരു കാര്യം പറയട്ടെ. നീ വേറൊരു ചാനലോടെ തുടങ്ങണം കേട്ടോ, ഇൻസ്റ്റ. എന്തിനാ ഇവന്മാര് കട്ട് ചെയ്തിരുന്ന ചുമ്മാ കുളവ് പിടിച്ചു. അത് വേണ്ട ഇന്നലത്തെ ഒറ്റ മനുഷ്യൻ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്നും വരുത്തൊന്നുമില്ല. ചുമ്മാ വരും. ഞാൻ പറയണേ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതേ കണ്ട അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവോ? ഇതും കണ്ട ഇന്നലെ. ഇതെന്താണ് വീണ്ടും റിപ്പീറ്റേഷൻ വന്ന? അപ്പൊ നമ്മൾക്ക് ഇതില് ഇത് കണ്ട ചന്ദ്രു കണ്ണൻ ബോബോയ് എന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മളാ അത് നമ്മളെ പറഞ്ഞ കാര്യമാണ് കേട്ടാ. അവൻ പറഞ്ഞ കാര്യമാണ്. Dear men, don't love a lady. If you love the lady, don't touch the body. ഇത് ഇന്നലെ കണ്ടല്ലേ? അനദർ ഫ്ലോ പക്ഷെ മുട്ടേ അനദർ ഫ്ലോപ്പ് അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് വിജയുടെ എങ്ങനത്തെ പടം വരണമെന്ന് ആഗ്രഹം അറിയില്ല. മെരസല് എന്റെ മുട്ടേ, അതിനകത്ത് മറ്റേ ഫസ്റ്റ് റോൾ ഉണ്ടല്ലോ, മറ്റേ അവന്റെ തന്ത ഇവരെ ഡബിൾ റോൾ അല്ല, ഫസ്റ്റ് റോൾ അല്ലേ, അച്ഛൻ റോള്. അതെന്നാ റോളാണ്, അതൊരു രോമാഞ്ചം ഇതിന്റെ എൻട്രി ഉണ്ട്. എന്റെ അമ്മോ, ഞാൻ ഒരു ഈ സിനിമയിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള എൻട്രി ആയിരിക്കും. എന്ത് എൻട്രി അത് ഗൈസ്. ഞാൻ തിയേറ്ററിലാണ് ഗൈസ് പോയി കണ്ടത് ഈ പടം. എടാ അന്ന് തിയേറ്ററിൽ, എടാ നീ തിയേറ്ററിലാണ് കണ്ടത് മെർസല്? ഇല്ല. മെർസലൊക്കെ തിയേറ്ററിൽ കണ്ടില്ലേ, പിന്നെ എവിടാണ് കണ്ടത്?
അമ്മ അവിടെ നിന്ന് കാണണം കഴിച്ച് ഇത് എന്ത് പടമാണെന്നറിയോ ഇത് ജാതി പടമാണ് കേട്ടാ. The dragon has 3 heads. One to be a murderer who will unleash death. One to be a monarch whose crown will weigh heavy. And one to be mad whose ideas will change history. അത് പറഞ്ഞിട്ട് one to be mad whose ideas will change the history. പിന്നെ അല്ലാതെ നീയൊക്കെ ഉണ്ടല്ലോടാ അങ്ങ് മുടിഞ്ഞ് നിന്റെ സാമാനം അടന്നങ്ങ് വീണങ്ങ് പോടാ നീയൊക്കെ. എനിക്ക് പെയിനൊന്നും കാണാൻ വയ്യ. മാമനെ നൈസായിട്ടൊക്കെ പിരിക്കുക കേട്ടാ. ഈ കഥയിൽ നിങ്ങളുടെ റോൾ ടൂറിസ്റ്റ് ബസ്സല്ലേ എന്റെ മോനെ ടൂറിസ്റ്റ് ബസ്സല്ലേ അത് എന്റെ മോനെ ടൂറിസ്റ്റ് ബസ്സല്ലേ പോയത്. ഈ റൊണാൾഡോയുടെ വീഡിയോ അറിയാം കൊടുക്ക് ഗെയിമാ ഇത് ഒറിജിനൽ ആയിരുന്നത്. അവന്റെ കാലിതായി ഗെയിമെന്ന്. അയ്യോ അത് 1.5 അടിയായിരുന്നത്. എന്റെ അളിയാ ഇവിടെ മെസ്സി ഫാൻസ് തുടങ്ങി കേട്ടാ. എന്താണ് ഇത്? വിറ്റ്നസ് ദ ഡിഫറൻസ്. ഇതെന്താണ് പാറ്റയോ ഇത്? ഫോർച്യൂണർ ഉള്ളത് തന്നെ മനസ്സിലായോ? ഒരു ഓറയാണ് ഈ ഫോർച്യൂണർ ഉള്ളത് തന്നെ. അതുള്ള കാര്യമാണ്. എനിക്ക് ഇനി അടുത്തൊരു എനിക്ക് ഒത്തിരി വണ്ടിയൊന്നും വേണമെന്നില്ല. എനിക്ക് 3 വണ്ടിയിൽ ഗ്യാരേജ് ചെയ്യണം. എനിക്കൊരു സെഡാൻ ഭയങ്കര ആഗ്രഹം. സെഡാൻ എടുത്ത് ഇനി അടുത്തൊരു ഫോർച്യൂണർ. ഫസ്റ്റ് ഒന്നല്ല സെക്കൻഡ് ഫോർച്യൂണർ. അല്ലല്ല ഫോർച്യൂണർ മറ്റേ മറ്റേ ഹൈലസ് അങ്ങനത്തെ പേരുണ്ട്. മറ്റേ ബാക്ക് അതൊന്നും അല്ല ഹൈലക്സ്. അത് തന്നെ എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല. അത് എടുത്തിട്ട് നീ ഒന്ന് ആലോചിച്ച് ഓഫ് റോഡ്. പക്ഷെ പ്രോപ്പർ ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. എൻഡേവർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻഡേവറിനൊരു ഓഫ് റോഡ് ടയർ വിട്ട് കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ്. അതിന് എന്തൊക്കെ പറഞ്ഞില്ല എനിക്കെന്താ പാഠശാലല്ലേ ഇവിടെ അലീനയുടെ സെറ്റപ്പ് ഉണ്ട്. എത്ര ലൈറ്റ് ആണ് ഈ റൂമില്. അത് മാത്രമല്ല ലൈറ്റ് നോക്കെ അവരുടെ ഫേസിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ലൈറ്റ് ലെഫ്റ്റിന്ന് ഒരു ലൈറ്റ് ഉണ്ട്, റൈറ്റിന്ന് ഒരു ലൈറ്റ് ഉണ്ട്, മോളിൽ നിന്ന് ഒരു ഫിൻ ലൈറ്റ് അടിക്കുന്നുണ്ട്. അവൻ നമുക്ക് മലയാളം പഠിപ്പിച്ചിരുന്നു. കൊള്ളാം. അണ്ടിങ് നിന്റെ നിന്റെ കളത്തന്നെ വിളിച്ചോണ്ട് പോടാ അതിന്റെ പോലെ. നീയല്ലേ വളർത്തണേ. ചുമ്മാ ഇരുന്നില്ലെങ്കിലേ തൈരിട്ട് പൊളക്കര തരിഞ്ഞാവുന്നു മോന്തേര്.
എന്തൊക്കെയാന്ന് പറ. ഒരപ്പനും ഒരു മോനും, രണ്ടും ഫ്രാഡുകള്. ചേട്ടൻ 8 സൈസ് ഉണ്ടാ? നീ പാലക്കാട് ചേർന്ന് വീട്ടിലുണ്ടോടാ? എന്റെ പൊന്നോ, ഞാൻ സ്ലിപ്പറും സ്ലിപ്പോൺസ് ഒരു സമയല്ലേ ചെരുപ്പുകൾക്കിടയിലെ രാജാവ്. സ്പെയർ പാർട്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ചെരുപ്പായി. അങ്ങനെ അവൻ വീണ്ടും നമ്മുടെ കയ്യിലെത്തി. ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്തോരം ഓർമ്മകളല്ലേ. ഒരു കാലഘട്ടം മുഴുവൻ കേരളം നടന്നത് ഈ ചെരുപ്പിട്ടോണ്ടാ. പണ്ട് നീ ചെരുപ്പ് കയ്യിലിട്ടൂടെ സ്പീഡ് കൂടുന്നു വന്ന ഓർമ്മയുണ്ടോ? സത്യമാടാ. ഒന്ന് പോയടാ, ഈ പ്രായത്തിൽ ഉണക്ക വിറ്റായിട്ട് വന്നേക്കണ്. എടാ, ഈ ചെരുപ്പ് ഇല്ലാതെ ഓടുമ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫർ പെട്ടെന്ന് നടക്കും. കാരണം ഇതിൻ്റെ ഇടയിൽ ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ടൊന്നുമില്ലല്ലോ. അത് മാത്രമല്ലടാ, നമ്മൾ ഓടുമ്പോൾ കാലിലൊരു ചെറിയ വെയിറ്റ് ഉണ്ടെങ്കിൽ കൂടി റൊട്ടേഷൻ ഇനർഷ്യ കൂടും, സ്പീഡ് കുറയും. അത് ശരി. പിന്നെ വേറെ കാര്യമുണ്ട്, ചെരുപ്പ് ഊരി കയ്യിലിട്ട് ഓർമ്മകൊണ്ടൊന്നുമല്ല, ചെരുപ്പ് ഇല്ലാതെ ഓർമ്മകൊണ്ടാണ് സ്പീഡ് കൂടുന്നത്. ഇതുപോലെ നമ്മൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും സയൻസ് ഉണ്ട്. ബാ പോവാം. സ്കൂളിൽ പഠിക്കാത്തോണ്ടാണ് ഇത് മനസ്സിലാവാഞ്ഞത്. ഇല്ല, അത് വേറെ നമ്മള് സയൻസ് അല്ലായിരുന്നല്ലോ. ഞാൻ കൊമേഴ്സ് ആയിരുന്നു, കൊമേഴ്സ് ആയിരുന്നു. ഇല്ല, എനിക്ക് മനസ്സിലായത്. പൊരി വെയിലത്ത് പറയെ കുത്തി പന കയറി കൊലയൊരുക്കി കാലും തെറ്റി കോണിക്കമ്പ് കൂതിയിലും കയറി. എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടെടുത്ത റീൽസ്? ഗാലറി എടുത്ത് ഭീമൻ ഞാൻ ഗാലറി എടുത്ത് എന്നിട്ട് ഈ ഐഫോണിനകത്ത് റീസെന്റ് ഡിലീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ഒന്നുകൂടി ഡിലീറ്റ് ചെയ്താലേ പോകുള്ളൂ, അല്ലെങ്കിൽ റീസെന്റ് ഡിലീറ്റഡ് ആയിട്ട് ഒന്ന് കിടക്കും. അപ്പൊ ഞാൻ റീസെന്റ് ഡിലീറ്റഡ് എടുത്തപ്പോഴത്തേക്ക് ഇവന്റെ ഗ്രൂപ്പ് ഇവന്റെ അതിനകത്ത് മൊത്തം അല്ല കുറച്ചൊക്കെ കുറെ വീഡിയോസ് കിടക്കുന്നു. ഇതെന്നെയല്ല പറയുന്ന കേട്ടാ, ഇതെന്നെയാന്ന് വിചാരിക്കരുത്. എന്നെയല്ല പറയുന്നത്, ഇത് മൊത്തം കണ്ടു നോക്ക്. ഇത് പറയുന്നത് ബുള്ളറ്റിനെ ചേച്ചി. അപ്പൊ ഉടനെ ഞാൻ അണ്ണാ അത് ഞാനത് എനിക്ക് അറിവിടണ അത് ഞാൻ ഗ്രൂപ്പിൽ വരുന്നതാണ്, അത് ഗ്രൂപ്പിൽ വന്നിട് ഞാനത് കാണാറില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. സാധനം ഡൗൺലോഡ് ആയിട്ടുണ്ട്, കാണിച്ചുതരാം. ഞാനൊന്നും PC ഒന്നും അങ്ങനെ പോലും ചെയ്തിട്ട് പോലും ഇല്ലടിയാ. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ട് പോലും ഇല്ലടാ PC-ലൊന്നും. ചെറുക്കം ഭയങ്കര മോട്ടിപ്പാണ്, പോയി നോക്കിയാണ് വല്ല എടുത്തോണ്ട് പോണെന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടാ. അത് വെള്ളം എടുത്തിട്ടോ മുനീറെ, കണ്ണ് ചിമ്മേ മുനീറെ, കണ്ണ് ചിമ്മേ. ചുമ്മാണോ ജാമ്പവന്റെ കാലം സാധനങ്ങൾ മുഴിച്ച്. മുനീറെ, കണ്ണ് ചിമ്മേ. എന്തൊരു ഇത് കിടിലേശ് ഇവര് കൊള്ളാം കേട്ടോ, ഇവര് കിടിലാണ് കേട്ടാ. ഇത് തോക്കടാ, ഇത് തോക്ക്, ഇത് വെച്ച് കൊല്ലാം. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ എക്സോസ്റ്റ് ഒക്കെ എനിക്ക് എന്റെ ഇത് വെച്ചിട്ട് ഇങ്ങനത്തെ എക്സോസ്റ്റ് ഒക്കെ എന്താണ് ഫോട്ടോഷോ അങ്ങനെ ഉള്ള പർപ്പസിനൊക്കെയാണോ ഓക്കെയാണ്. പക്ഷെ റോട്ടിലൊന്നും ഇങ്ങനത്തെ എക്സോസ്റ്റ് ഓട്ടിച്ചോണ്ട് നടക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്.